മെയിൻ റോള് ഞാനാണ് അഭിനയിക്കുന്നത്. കാണാൻ ഇത്തിരി സൗന്ദര്യമുള്ള ആള് വേണമല്ലോ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ. താങ്ക് യു. ഓ, ഇനി പറ, എന്തിനാ കരഞ്ഞത്? ഏയ്, ഞാൻ കരഞ്ഞില്ലല്ലോ. ഇല്ലേ? വേണ്ട, ഇഷ്ടമല്ല, പറയണ്ട. ഇന്നെന്റെ അമ്മയുടെ ജന്മനാളാ. അമ്മയുണ്ടായിരുന്നപ്പോ ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോകാറുള്ളത്. ഇന്ന് അവിടെ ചെന്ന് നിന്നപ്പോ എന്റെ അമ്മേന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ തോന്നി. ിൽ തത്തകപാടും പകിലുണ്ടോ പൂതപ്പാട്ടുണ്ടോ തകതൈതൈ മേളം പൂക്കും പകിലുണ്ടോ നാദസ്വരമുണ്ടോ മാറിക്കുളങ്ങരെ മാണിക്കത്തോക്കെ നീയൊറ്റക്കാരിന്മേൽ ധ്യാനിപ്പതാരേ ആടിക്കാറിൻ മഞ്ചലേറി മണിമഴവില്ലും മഞ്ഞല്ലോ മലയടിവാരം കൊയ്യാവോ പുതിയൊരു വേലയ്ക്കുണരുന്നേ ഇത് കൊടിയേറ്റം കൊയ്യാവോ അത്തിവരമ്പിൽ കത്തകപാടും പുകിലുണ്ടോ പൂതപ്പാട്ടുണ്ടോ തകതൈതൈ മേളം പൂക്കും തകിലുണ്ടോ നാദസ്വരമുണ്ടോ പൂത്താലി കണ്ണാന്തളി മുത്ത് ഒരു തുമ്പി തിരുനൃത്തം പൂവന്നു കാവന്നു പാലയ്ക്ക് നീരയാൻ കുന്നിൻ മകളെ നീ വായോ കാർത്തിക ദീപം കാവടിയാട്ടം പാലഭിഷേക കുടവും കൊണ്ടിനിവാ ിൽ തത്തകടോ പൂതപ്പാട്ടുണ്ടോ മേളം കൂട്ടും തനിയുണ്ടോ നാദസ്വരമുണ്ടോ മൈക്കണ്ണിൻ മയ്യെല്ലാം കണ്ണീരിൽ മാഞ്ഞിട്ടോ മംഗല്യത്തീരു യോഗം നാളെ പൂടലാകെ ഒരു മുരോണം ഉക്കുലതുള്ളിക്കളമാകെ നിറയൂ അത്തിവരമ്പിൽ പൂതപ്പാട്ടുണ്ടോ മേളം കൂട്ടും തനിയുണ്ടോ നാദസ്വരമുണ്ടോ മാറിക്കുളങ്ങരെ മാണിക്കത്തോക്കെ നീയൊറ്റക്കാലിന്മേൽ ധ്യാനിപ്പതാരേ ആടിക്കാറിൻ മഞ്ചലേറി മണിമഴവില്ലും മഞ്ഞല്ലോ മലയടിവാരം കൊയ്യാവോ പുതിയൊരു വേലയ്ക്കുണരുന്നേ ഇത് കൊടിയേറ്റം കൊയ്യാവോ
പ്രിയപ്പെട്ടവരെ, സദയം ശ്രദ്ധിക്കൂ. അടുത്ത 10 മിനിറ്റിനകം എന്തായാലും ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നതാണ്. ശ്രദ്ധിക്കൂ. ജനങ്ങളുടെ ക്ഷമ കെട്ടു. എന്റെ സമനില ഇപ്പൊ തെറ്റും. നടിയെ അന്വേഷിച്ചു പോയ ജോസും മാത്തച്ഛനും ചത്തോ ഭഗവാനെ? ചത്ത് കാണില്ല. ലക്ഷണം കണ്ടിട്ട് നടി വരുന്ന മട്ടില്ല. രാഹുലെ അറം പറ്റുന്ന വർത്തമാനം പറയരുത്. ഒരു മനുഷ്യ, ഇന്ന് നമുക്ക് മാടന്തറ വേറൊരു നാടോടെന്ന് നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ? അത് കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വരൂ. അത് കഴിഞ്ഞില്ലെങ്കിലോ? ആ യൂസ്ലെസ് വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. താൻ കാരണമാണ് ഞാൻ അവളെ പിന്നെ ഫിക്സ് ചെയ്തത്. ബാലു, താനൊന്ന് വെപ്രാളപ്പെടാതെ. അവള് വന്നില്ലേ പെൺവേഷം ഞാൻ കേട്ടു. അപ്പൊ തന്തയുടെ വേഷം തന്നെ തന്ത വന്ന് കേട്ടോ? ഒരു നാടകം കളിക്കാന്ന് വെച്ചാൽ എന്ത് രംഗബോധമില്ലാത്ത കോമാളി. കളിക്കുന്നോ? ഞങ്ങൾ ക്ലൈമാക്സ് ഒന്ന് റിഹേഴ്സൽ ചെയ്ത് ഒന്നുകൂടെ ഉറപ്പിക്കുക. നടി വരാത്തതിന്റെ പേരിൽ ഇവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ ഇവനെ കയറി പിടിച്ചു. എനിക്കൊരു ഐഡിയ. മന്ദാകിനിക്ക് ഡയലോഗ് വളരെ കുറച്ചല്ലേ ഉള്ളൂ. ആ വേഷം മീന് ചെയ്ത കലക്കും. രാഹുൽ ഒന്ന് പറ. കഴുതേ, അങ്ങനെ വഴിയെ പോകുന്നവരെ കൊണ്ട് അഭിനയിപ്പിച്ച് എന്റെ മന്ദാകിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ലടാ. എന്നാ പെൺവേഷം താൻ കേട്ടോ. മാമൂ, എന്നെ വട്ടുപിടിപ്പിക്കല്ലേ. ഈ തലനിടെ ഞാൻ നിൽക്കുന്നില്ല കേട്ടോ. ഓടിനായിട്ടിരിക്കാം. അഭിനയം ശരിയായില്ലെങ്കിൽ കൂവും ഞാൻ. പ്രിയപ്പെട്ടവരെ, അടുത്ത 10 മിനിറ്റിനകം എന്തായാലും നാടകം ആരംഭിക്കുന്നതാണ്. ആരും ഞെട്ടരുത്. നടി വരില്ല. അയ്യോ, വരില്ലേ? നഹി ആയേജി. അവിടെ നാടകം തുടങ്ങുന്നത് 12 മണിക്കാ. അത് കഴിയുമ്പോ നേരം വെളുക്കും. ഞങ്ങൾ 2 ആൾ കൂടി പെണ്ണുങ്ങളുടെ മേക്കപ്പ് റൂമിൽ കയറി ആ വഞ്ചകയെ പൊക്കാൻ നോക്കി. നാട്ടുകാരൻ ഞങ്ങളെ പൊക്കി. മതിയാവോളം കിട്ടി. തല്ല്. അപ്പോ ഒരപ്പോയുമില്ല. ജനങ്ങളുടെ ഏതാക്രമണത്തെ നേരിടാൻ എല്ലാവരും തയ്യാറെടുക്കുക. എന്തും സംഭവിക്കാം. ചുപ്രഹാവോ, നമ്മളൊന്ന് നാടകം കളിക്കും. കളിച്ചിരിക്കും. എങ്ങനെ? മേക്കപ്പ് റൂമിലെ കൂട്ടപ്പെരളിക്കിടയിൽ നമ്മുടെ നാടകത്തിന്റെ പോർഷൻ ഞാൻ സൂത്രത്തിൽ നടിയുടെ നിന്ന് തട്ടിയെടുത്തു. വരുന്ന വഴിക്ക് അത് കാട്ടൂരുള്ള ലീലാമണിക്ക് കൊടുത്തു. അവളത് പഠിക്കും. 11 മണിക്ക് ഇവിടെ എത്തും. ഈ സ്റ്റേജ് നാടകം കളിച്ചിരിക്കും. അതൊന്നും നടക്കില്ല. മാത്തച്ഛൻ ബോൾ റഹാഹോ. മാത്തച്ഛനാണ് പറയുന്നത്. ഇപ്പോ 10:45. ധൈര്യമായിട്ട് വെല്ലോട്. ആദ്യത്തെ 2 സീനിൽ നായിക വേണ്ടല്ലോ. നിങ്ങൾ നാടകം തുടങ്ങി മന്ദാകിനി എന്ന് വിളിക്കുമ്പോ ലീലാമണി സ്റ്റേജിലുണ്ടാവും. ജरूर ഫിക്കർ മത് കറോ. തുടങ്ങി. സ്റ്റേജ് में जाओ. आओ. സഹൃദയരെ, കല്ലടിക്കുന്ന അഭിനയവേദിയുടെ 3ാമത് നാടകം ആരംഭിക്കുകയായി. പെരിച്ചാഴികളെ, നിങ്ങൾക്കൊരാലേ. നാടകത്തെക്കുറിച്ചൊരു വാക്ക്. അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹ മനസാക്ഷിക്കൊരന്ത്യ കൂതാശ. പെരിച്ചാഴികളെ, നിങ്ങൾക്കൊരാലേ. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലെന്നാ ചോദിച്ചത്. ഓ, മുകുന്ദനോ, നീ വീണ്ടും വന്നുവല്ലേ? അതെ ബാബ. ഒഴുക്കിനെതിരെ നീന്തുകയാണെന്ന് അമ്മാവൻ ധരിക്കണ്ട. എല്ലാ നദികളും ഒഴുകി ഒഴുകുന്നത് അവസാനം സാഗരത്തിലാണെന്ന് മറന്നുകൊണ്ടുമല്ല. എന്റെ പ്രായം കടന്നു വന്ന അമ്മാവന് എന്റെ വികാരങ്ങൾ മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിംഹത്തിന്റെ മുമ്പിൽ പെട്ടുപോയ ഒരു ചുണ്ടലിയാണ് നീ. സിംഹങ്ങൾ തിരിച്ചോടിയ കഥയും ചരിത്രം പറയുന്നുണ്ട് അമ്മാവ. ചരിത്രത്തിന്റെ നാലിൽ കടിച്ചു തൂങ്ങിയാൽ ചക്രശ്വാസം വലിക്കേണ്ടി വരും നീ. ചക്രശ്വാസം വലിക്കേണ്ടി വന്നവരാണ് അമ്മാവ ചരിത്രത്തിലെ ചക്രവർത്തിമാർ. അങ്ങനെ ഒരു ചക്രവർത്തിക്ക് പട്ടമഹിഷിയാകാൻ ഈ തറവാട്ടിൽ പെണ്ണില്ല, പെണ്ണില്ല, പെണ്ണില്ല. അതേടോ, പെണ്ണില്ല. പെണ്ണിതേരെ വന്നിട്ടില്ല. എന്തൊക്കെ അവരോട് പറഞ്ഞ മേക്കപ്പ് റൂമിൽ കയറി പോഷൻ തട്ടിയെടുത്ത് നാടകം തുടങ്ങിയില്ലെങ്കിൽ തുടങ്ങിയില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ വെറുതെ ആകെ കൊളവക്കില്ലേ പട്ടാളം. ജോസേ, എത്രയോ യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളവനായി സുബേദാർ മാത്തച്ഛൻ ഒരു റുമ്പ് പോലും അറിയാതെ നമുക്ക് നമ്മുടെ മുഖം രക്ഷിക്കാൻ സാധിക്കും. നീ വാ. ആൾക്കൂട്ടത്തിലോട് ഞാനില്ല, ഒറ്റയ്ക്കങ്ങ് പോയാൽ മതി. അതിനല്ല, ഒരു പ്ലാൻ ഉണ്ട്. ഒബേ മൈ ഓർഡർ.
മരിച്ചുച്ചിയിൽ നിൽക്കുന്ന കാരണവന്മാരെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്, 8 ദിക്കിലും കാവൽ നിൽക്കുന്ന പരദേവതകളെ തൊട്ട് സത്യം ചെയ്യുകയാണ്, നാളെ സൂര്യൻ അസ്തമിക്കുമെങ്കിൽ ഈ മുല്ലക്കൽ തറവാട്ടിലെ മന്ദാകിനിയെ മുകുന്ദ സ്വന്തമാക്കിയിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. മന്ദാകിനിയുടെ തന്ത ഇവിടെ അന്തം കയറി നിൽക്കുമ്പോഴാണ് അവന്റെ മന്ദാകിനി ഒരു മുടി പോലെ